കഴിഞ്ഞ കുറേ കാലഘട്ടമായിട്ട് നിങ്ങൾക്ക് പണത്തിൻ്റെ സ്രോതസ്സ് കൂടിയില്ലേ? നിങ്ങളിലേക്കുള്ള വരവ് കൂടിയില്ലേ? കടവും കൂടിയില്ലേ? എന്താണ് 1000 രൂപ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, എൻ്റെ ഒരാഴ്ചത്തെ ശമ്പളമാണ് ഒരാൾ പറയുന്നത്. ധനത്തിനോടുള്ളൊരു ഇമോഷൻ ഫസ്റ്റ് റോളിംഗ് ആണ്, സെക്കൻഡ് കടം എന്ന് പറയും. CC ഫാക്ടർ എന്ന് പറയുന്നതാണ് ഒരാളുടെ മാനിഫെസ്റ്റേഷനോ അല്ലെ അവരുടെ കാര്യങ്ങൾക്കോ ബ്ലോക്ക് ഉള്ളത്. എന്ത് ചെയ്യരുത് എന്ന് പറയുന്നതിനെ ട്രേസ് ചെയ്യുന്ന സ്വഭാവമാണ് ബ്രെയിനിനുള്ളത്. ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ഇമോഷൻ ഉണ്ടെങ്കിലേ അതിനെ നമ്മുടെ ഈ കോൺഷ്യസ് ഇരിക്കുന്ന ബ്രെയിൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇമോഷൻ, അതായത് വൈകാരിക തലം, ലവ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ഫസ്റ്റ് ഒരു ഇമേജ് കിട്ടും. പെട്ടെന്ന് ഇതേ മനസ്സിനോട് പറയാണ് 10 സെക്കൻഡ് നേരത്തേക്ക് ആപ്പിളിനെ കുറിച്ച് ചിന്തിക്കണ്ട. നടക്കുമോ? ഇല്ല, ഒരിക്കലില്ല. അപ്പം എന്ത് ചെയ്യരുത് എന്ന് പറയുന്നതിനെ ട്രേസ് ചെയ്യുന്ന സ്വഭാവമാണ് ബ്രെയിനിനുള്ളത്. സബ് കോൺഷ്യസിനല്ല, കോൺഷ്യസ് മൈൻഡിനുള്ള സ്വഭാവം അത്. പക്ഷെ ആ കോൺഷ്യസ് മൈൻഡിനെ ട്രിഗർ ചെയ്യാനുള്ള കണ്ടന്റിനെ പോയി എടുത്തുകൊണ്ട് വരണമെങ്കിൽ സബ് കോൺഷ്യസിൽ നിന്ന് എടുക്കണം. അത് മെമ്മറിയിൽ തന്നെ ആയിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറയാൻ കാരണം, ഇന്ന് രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് അങ്ങേക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. കഴിഞ്ഞ തിങ്കളാഴ്ച കഴിച്ചത് ഇല്ല, ഓർമ്മയില്ല. ഈ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളിൽ അങ്ങയുടെ ജീവിതത്തിൽ, അനുഭവത്തിൽ എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചേച്ച് വയറ് നല്ലതായിട്ട് അപ്സെറ്റ് ആയതിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? ഉണ്ട്. ഏത് ഫുഡായിരുന്നു? പൊറോട്ട. ഓക്കെ, പൊറോട്ട. പെട്ടെന്ന് കണ്ടന്റ് കിട്ടിയില്ലേ? ഒരു പക്ഷേ ഏത് സാഹചര്യമാണെന്നും കൂടി താങ്കൾക്ക് ഇപ്പോൾ ഓർമ്മ വയ്ക്കാൻ കഴിയും അല്ലേ? നമ്മളിപ്പോൾ അതിലേക്ക് കൂടുതലേക്ക് പോകണ്ട, അത് ഓർക്കാൻ കഴിയും. അതായത് അവിടെ ശക്തമായ ഒരു ആക്ഷൻ പ്ലസ് ഇമോഷൻ ഉണ്ടായതുകൊണ്ടാണ് താങ്കളുടെ ബ്രെയിനിൽ ഇപ്പോഴും അതിരിക്കുന്നത്. എന്നാൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ താങ്കൾ കഴിഞ്ഞ ആഴ്ച തള്ളിവിട്ട ഒരു, അല്ലെങ്കിൽ 3-4 ദിവസം മുമ്പുണ്ടായിരുന്ന ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചിട്ട് പറയാം. ഇങ്ങനെ ഞാൻ ഈ CC ഫാക്ടേഴ്സിൻ്റെ ക്ലാസ്സസ് എടുക്കുമ്പോൾ ഞാൻ എല്ലാവരോടും ഓഡിയൻസിനോട് ചോദിക്കുന്നത്, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CC ഫാക്ടർ എന്ന് പറയുന്നതാണ് ഒരാളുടെ മാനിഫെസ്റ്റേഷനോ അല്ലെ അവരുടെ കാര്യങ്ങൾക്കോ ബ്ലോക്ക് ഉള്ളത്. അത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു? ഈ CC ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോഡ് ഫാക്ടർ എന്നാണ്. അത് എന്ത് ഫാക്ടറാണ്? കോഡ് എന്താണെന്ന് വെച്ചാൽ അത് മൈൻഡുമുണ്ട് ബോഡിയുമുണ്ട്. അത് മാനിഫെസ്റ്റേഷനെ നമുക്ക് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാനുള്ളൊരു ടൂൾ എന്നുള്ളതിനപ്പുറത്ത് അല്ല, അതൊരു ആക്ടിവിറ്റി ആണ്. പ്ലസ് ബ്ലോക്സ് ആണത്. ഫാക്ടർ അതൊരു ബ്ലോക്സ് ആണ്. എന്ത് ബ്ലോക്സ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത്. അതിലേക്കുള്ള മനസ്സിൻ്റെ ചില കളികളാണ്. അപ്പോൾ അങ്ങ് ഒരു കുറേ നാളുകൾക്ക് മുമ്പ് താങ്കൾക്കുണ്ടായ ഈ പൊറോട്ട ബുദ്ധിമുട്ട്, അത് എത്ര നാളായിട്ടുണ്ടാവും ഓർമ്മയുണ്ടോ? ഒരാഴ്ച മുമ്പ്. അതിന് മുമ്പ് വന്ന എന്തെങ്കിലും ഒരു ഘടകം? അതിന് മുമ്പിട്ട് ദോശ കഴിച്ചിട്ട് അത് എത്ര നാളായിട്ടുണ്ടാവും? ഒരു മാസത്തിന് മുകളിൽ. ഒരു മാസം. അതിനു മുമ്പ് ഇല്ല. ചെറുപ്പത്തിലെ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും, പെട്ടെന്ന് ചെറുപ്പത്തിലെ എന്തെങ്കിലും ഒരു വൈകാരികമായ ഇമോഷനോ സന്തോഷമോ സങ്കടമോ ഉണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാനുണ്ടോ? വ്യക്തികളിൽ നിന്നുള്ള പെരുമാറ്റങ്ങളാവാം, അതൊക്കെ പെട്ടെന്ന് ഓർക്കാനായിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാവും. എന്നാൽ ഒത്തിരി സന്തോഷമുണ്ട് എന്ന് പറയുന്നതല്ല, നോർമലി സന്തോഷമുള്ള ഒത്തിരി സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ അതെല്ലാം ഓർമ്മയിലുണ്ടാവില്ല. അവിടെ ഇമോഷനാണ് നല്ലൊരു പിക്ചർ ഫോം ചെയ്ത് തന്നിരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനും ആ വ്യക്തികളും ആ സാഹചര്യങ്ങളും ആ ഫുഡും ഒക്കെ സ്ട്രോങ് ആയിട്ട് ഒരു ഇമേജായിട്ട് ഫോം ചെയ്തു, അല്ലെങ്കിൽ ഒരു ഇമോഷനായിട്ട് ഫോം ചെയ്തു. ഈ സാധനമാണ് അവിടെ നമ്മളെ തോട്ടിലേക്ക് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ഇമോഷൻ ഉണ്ടെങ്കിലേ അതിനെ നമ്മുടെ ഈ കോൺഷ്യസ് ഇരിക്കുന്ന ബ്രെയിൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ തിരിച്ച് ചോദിക്കാം, പണം എന്നൊരു വാക്ക് ഞാനിപ്പോൾ പറഞ്ഞു, എന്താ താങ്കളുടെ ഇമേജ്? പണം എന്ന് പറയുമ്പോൾ അട്ടിയടിക്കി വെച്ചിട്ടുള്ള കുറേ നോട്ട് കിട്ടുക. ഓക്കെ, ഇപ്പോൾ ഈ കേട്ടതിൽ അങ്ങ് പറഞ്ഞ മറുപടി പോലും ചിന്തിക്കാത്ത ഒത്തിരി പേരുണ്ടാവും. അവരിപ്പോഴും തപ്പുന്നുണ്ടാവും എന്താ ഇമേജ്. ഓക്കെ, അങ്ങക്ക് ഇപ്പോൾ ഈ ഇമേജ് കിട്ടിയ എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇങ്ങനെയുള്ള സെഗ്മെൻറ്റുകളിലൂടെ കടന്നു പോയത് കൊണ്ടാണ്. ക്ലാസ്സുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് കവർ ചെയ്ത് പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് അടുക്കി വെച്ചിരിക്കുന്ന ഇമേജാണ് നമുക്ക് നല്ലത്. അപ്പോൾ ഞാൻ തിരിച്ച് ചോദിക്കാം, ഈ അടുക്കി വെച്ചിരിക്കുന്ന, ഇനിയിപ്പോൾ പെട്ടെന്ന് ഉത്തരങ്ങൾ വരും, സ്വാഭാവികമാണ്. ഈ അടുക്കി വെച്ച ഇമേജിനകത്ത് താങ്കൾ നോട്ടുകളെ കണ്ടിരുന്നോ?
കണ്ടിരുന്നു. ഏത് നോട്ടുകളായിരുന്നു? 500-ന്റെ നോട്ട്. എന്തുകൊണ്ട് 1000 എടുത്തില്ല? എന്തുകൊണ്ട് ഡോളർ എടുത്തില്ല? അപ്പോൾ നോട്ട്, അപ്പോൾ ശരിക്കും നമ്മുടെ ഉള്ളിൽ ഒരു ഇമേജ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 90% ആൾക്കാരുടെയും മനസ്സിൽ പണം എന്ന് പറയുന്നതിന് ഇമേജ് ഇല്ല, വികാരം മാത്രമാണുള്ളത്. എന്താണ്? ലോൺ അടയ്ക്കാനുള്ളത്, കടം വീട്ടാനുള്ളത്, പിന്നെ മക്കൾക്ക് ഫീസ് അടയ്ക്കാനുള്ളത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ളത്, 100 രൂപ കിട്ടി 500 രൂപയുടെ ചിലവ് വരണം എന്നുള്ളത് വൈകാരികമായ ഇമോഷൻസ്. ഇനി ഞാൻ തിരിച്ചു, ഒരു ഇമേജിലാണോ ഏറ്റവും ശക്തമായിട്ട് നമ്മളെ സ്വാധീനിക്കാൻ പറ്റുക? വൈകാരിക തലത്തിലാണ്. വൈകാരിക തലത്തിലാണ്, ഉറപ്പല്ലേ? ഈ വൈകാരിക തലം വെച്ചിട്ടല്ലേ നമ്മളോട് പോസിറ്റീവ് അഫർമേഷൻ കൊടുത്ത് നിങ്ങൾ മണി അട്രാക്ട് ചെയ്യാൻ പറയുന്നത്? അതെ. അവൻ്റെ ഉള്ളിൽ ചെറുപ്രായം മുതൽ ശീലിച്ചു വന്ന കുറേ സാധനങ്ങളാണ്. കഷ്ടപ്പെട്ടാലേ പണം കിട്ടുള്ളൂ, പണം വന്നാൽ സമാധാനം ഉണ്ടാവില്ല, 500 രൂപ വന്നാൽ 1000 രൂപ ചിലവാക്കണം, പണം വന്നാൽ മനുഷ്യനല്ലാതാകും, പണം വന്നാൽ സ്വസ്ഥത നഷ്ടപ്പെടും, പണം വന്നാൽ ശത്രുക്കളുണ്ടാവും, കള്ളപ്പണനോ പണം വന്നാൽ സമൂഹം മോശമായി ചിന്തിക്കപ്പെടും. ഇതെല്ലാം. ഇനിയും തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. അവനവൻ്റെ ചിന്താധാരകൾക്കനുസൃതമായി അവനവൻ്റെ ദുഃഖത്തിനോ സാമ്പത്തിക പ്രതിസന്ധിക്കോ തുല്യമായ സൗഹൃദ വലയങ്ങളല്ലേ ഓരോരുത്തരിലും എത്തപ്പെടുന്നത്? തീർച്ചയായിട്ടും. 1. 2, കുറച്ചെങ്കിലും ഇച്ചിരി ഫിനാൻഷ്യലി ഓടി നടക്കുന്ന ഒരാളാണെങ്കിൽ അവൻ പിന്നെ അട്രാക്റ്റ് ചെയ്യുന്ന, അവൻ കൂടെ നിർത്തുന്ന ആരെയായിരിക്കും എന്ന് പറയും? അവനേക്കാളും താഴ്ന്ന ഒരു വ്യക്തിത്വ സ്വഭാവത്തിലുള്ള, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരാളിങ്ങനെ, അയ്യോ അവൻ്റെ വണ്ടി കണ്ടോ, ആൾ മേടിച്ചിട്ടുണ്ടാവുന്ന 10 ലക്ഷം രൂപയുടെ ഒരു കാറായിരിക്കും. പക്ഷെ മറ്റേ മൂപ്പർക്ക് ഒരു പക്ഷെങ്കിൽ ബൈക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അയാളെ സംബന്ധിച്ചിടത്തോളം 10 ലക്ഷം രൂപയുടെ കാറ്, 10 ലക്ഷം രൂപയുടെ കാറ്, ശ്രീകാന്ത് 10 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിയിട്ടുണ്ടല്ലോ. ഇത് കേൾക്കുമ്പോൾ ഒരു സെൽഫ് ബൂസ്റ്റിങ്, ഒരു ഡോപ്പമൈൻ ഉൽപ്പാദനം ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഡോപ്പമൈൻ ഉൽപ്പാദിച്ചാൽ പോരാ, തിരിച്ച് അവനവൻ്റെ തലത്തിൽ നിന്നും അവനവനേക്കാളും ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള എത്ര പേരെ ആത്മാർത്ഥ സുഹൃത്തുക്കളായി അവർ നിരന്തരം ആത്മബന്ധത്തോടു കൂടിയോ സഹകരണത്തോടു കൂടിയോ പോകുന്നൊന്നും ആലോചിക്കണം. അങ്ങനെ നല്ല ലെവലിൽ പോകുന്നവരാരും അവൻ്റെ താഴെയുള്ളവരെ കൂടെ കൂട്ടൂല. അവർ ഒരു അളവിനപ്പുറത്ത് തന്നെ നിർത്തിയിരിക്കും. ഈ ഒരു ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്ത് നല്ല അപ്ഗ്രേഡേഷനിൽ കയറി വന്ന ഏതൊരു വ്യക്തിയോടും ചോദിച്ചോളൂ, അവർ ആ അപ്ഗ്രേഡേഷൻ തുടങ്ങുന്നതിന് മുമ്പ് അവൻ്റെ മുന്നിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാരെ അവരോടൊപ്പം സഹകരിച്ച് ഇടപെട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോഴായിരിക്കും അവർക്ക് ആ അപ്ഗ്രേഡേഷൻ തുടങ്ങിയിട്ടുണ്ടാവുക. ഇത് ഉറപ്പായിട്ടും വർക്ക് ചെയ്യുന്നൊരു തിയറിയാണ്. പോസിറ്റീവായിട്ട് അപ്പോൾ അവനെ ചിന്തിപ്പിക്കണമെങ്കിൽ ഫസ്റ്റ് ഒന്നുകിൽ അതിനുള്ള സാഹചര്യം അവൻ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയുള്ളിടത്ത് എത്തിപ്പെടണം. അങ്ങനെയുള്ളിടത്ത് എത്തിപ്പെട്ടാൽ പോലും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയാതെ വരുന്നുവെങ്കിൽ അവൻ്റെ ശരീരത്തിനകത്തേക്കാണ് നോക്കേണ്ടത്. അവൻ്റെ ഉള്ളിലേക്ക് നോക്കണം, അവനിലേക്ക് തന്നെ നോക്കണം. അവൻ്റെ ബ്ലഡ് റിപ്പോർട്ട്സ് എടുക്കുക, വിറ്റമിൻ ഡി എടുക്കുക, വൈറ്റമിൻ B12 എടുക്കുക, അതേപോലെ തന്നെ മോർണിംഗ് സെറം കോർട്ടിസോൾ എന്ന് പറയുന്ന കോർട്ടിസോൾ ഹോർമോണാണ്, അതിൻ്റെ റിപ്പോർട്ട് എടുക്കുക. ഈ 3 റിപ്പോർട്ടിൻ്റെയും ഇത് നോർമലായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ അതിനകത്തുനിന്ന് ഒരാളുടെ പോസിറ്റീവാണോ നെഗറ്റീവാണോ അല്ലാതെ മറ്റെന്തെങ്കിലും എനർജി പാറ്റേൺ ആണോ ഉള്ളതെന്ന് കണ്ടെത്താനായിട്ടുള്ള കോഡിങ്ങും ഫാക്ടറുകളുമാണ് CCFിലുള്ളത്. ഇതാണ് ആ CCF ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം ബേസിക്കലി നമ്മുടെ ഒരു ഒറ്റ സംശയം, ഈ ഹോർമോണൽ ചേഞ്ചുകൾ നമ്മുടെ മാനിഫെസ്റ്റേഷനെ ബാധിക്കുന്നുണ്ടോ? ഹോർമോണുകൾ ചേഞ്ചുകൾ മാനിഫെസ്റ്റേഷനെ ബാധിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ, ഹോർമോണുകളല്ലേ ഒരാളുടെ മൂഡിനെ തന്നെ സെറ്റ് ചെയ്യുന്നത്? അതെ. അപ്പം പിന്നെ എത്ര വലിയ ഗംഭീര മോട്ടിവേഷൻ ക്ലാസ് നടത്തിയെന്ന് പറഞ്ഞാലും അവൻ്റെ മെൻ്റൽ ഫിഗർ പോസിറ്റീവ് സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ അവനെ സഹായിക്കാത്തത് അവൻ്റെ ബോഡിയിലുള്ള ഹൈ സ്ട്രെസ്സാണെങ്കിൽ, ഒരു ഉദാഹരണം പറയാവേ, ഒരു 1000 രൂപ, അങ്ങയുടെ 1000 രൂപ എന്ന് പറയുന്നത്, അങ്ങക്ക് 1000 രൂപ കിട്ടിയാൽ എന്തിനൊക്കെ ഉണ്ട്? അല്ലെങ്കിൽ എന്താണ് 1000 രൂപ അങ്ങക്ക്? 1000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങക്ക് 1000 രൂപ എന്താണ്?
ഒരു 2 ദിവസത്തേക്കിന് ആഹാരം കഴിക്കാനുള്ള പണം. ഓക്കെ. ഇതേ 1000 രൂപ ഉം. 10 ദിവസത്തേക്കിന് ആഹാരം കഴിക്കാനുള്ളവരുടെ കയ്യിലും ഉണ്ടാവും അല്ലേ? അതെ. അവർക്കത് 10 ദിവസത്തേക്കാണ്. ഇത് ഈ ഏതോ ഒരു ചാനലിലെ ഇൻ്റർവ്യൂ മീൻസ് മറ്റേ നമ്മൾ തമ്മിൽ പോലുള്ള ഒരു ഇതിൽ കണ്ടതാണ്. എന്താണ് 1000 രൂപ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, എൻ്റെ ഒരാഴ്ചത്തെ ശമ്പളമാണെന്ന് ഒരാൾ പറയുന്നുണ്ട്. അതിനു മുമ്പ് അത് പുരുഷനാണ് പറയണത്. ഭാര്യയോട് ചോദിക്കുമ്പോൾ 1000 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് 2 സാരി വാങ്ങാൻ പറ്റുന്നുണ്ട്. ഒരു സാരി ആവാം. ഇതേ 1000 രൂപ ഇത്ര മണിക്കൂറിൻ്റെ അധ്വാനത്തിൻ്റെ പണമാണ് മറ്റൊരാൾക്ക്, അല്ലേ? അതെ. ഇനി അങ്ങയോട് ഞാനിപ്പോൾ പറയാണ്, നാളെ ഒരു കാര്യം ചെയ്യും, ഒരു 50,000 രൂപ എടുത്തിട്ട് വരൂ, നമുക്ക് ഇന്നത് സെറ്റ് ചെയ്തേക്കാം. അതേ സമയത്ത് തന്നെ ഞാൻ നിങ്ങളുടെ ബോസ് റോഹിത്തിനോടും പറയാണ്, 50,000 രൂപ എടുത്തിട്ട് വരും, നമുക്ക് ഇന്നത് സെറ്റ് ചെയ്തേക്കാം. നിങ്ങളുടെ രണ്ടുപേർക്കും ഈ 50,000 രൂപയുടെ അപ്രോച്ചിലുള്ള നിലപാട് സെയിം ആയിരിക്കുമോ? അല്ല, വ്യത്യസ്തമായിരിക്കും. അവനവൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് ഒരാൾക്ക് ചിലപ്പോൾ അത് സ്ട്രെസ്സും മറ്റൊരാൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡവുമായിരിക്കും. ശരിയാണോ? ശരിയാണ്. അവൻ്റെ പ്രശ്നത്തെ തീർക്കാൻ ആ 50,000 രൂപ അവൻ ഈസി ആയിട്ട് എടുക്കാൻ കഴിയുന്നുവെങ്കിൽ അവൻ ഇപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലാണുള്ളത്. ആ 50,000 രൂപ എടുക്കുന്നതിൻ്റെ പേരിൽ അടുത്ത ആഴ്ചത്തെ റോളിംഗ് അല്ല കേട്ടോ, അടുത്ത ആഴ്ചത്തേക്ക് റോൾ ചെയ്യാനുള്ള ഫണ്ട് എടുത്ത് ഇവിടെ റോൾ ചെയ്യുന്നതിനെ അതിനെ റോളിംഗ് എന്നാണ് വിളിക്കാം. അതല്ല, മറ്റൊന്ന് സ്ട്രെസ്സാണ്. അയ്യോ, ഇതിപ്പോൾ ഞാൻ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എന്താവുമെന്ന് മുൻവിധികൾ, കൃത്യമായ ഒരു ഇമേജ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ കടം എന്ന് പറയുന്ന സാധനമോ പണം എന്ന് പറയുന്ന അല്ലെ ധനം എന്ന് പറയുന്ന സ്രോതസ്സിനോട് അവൻ്റെ ഉള്ളിൽ പതിഞ്ഞിരിക്കുന്ന ഇമേജ് എന്താണ് എന്നുള്ളതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് കറക്ഷൻ ചെയ്യണം. അതായത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ന്യൂറോൺസിൻ്റെ പ്രവർത്തനം കാരണം, അയോൺസിൻ്റെ ആക്ടിവിറ്റീസ് കാരണം വേവ്സ് പുറത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ലൂയിസ് ഡെ ഇപ്രോഡ് എന്ന് പറഞ്ഞിട്ട്, മൂപ്പര് ഒരു തിയറി കൊണ്ടുവന്നിട്ടുണ്ട്. യൂണിവേഴ്സിലുള്ള എല്ലാ ഫിസിക്കൽ മാറ്റേഴ്സിനകത്തും, ഫിസിക്കൽ മാറ്ററിന് എന്തിനും, കാണുന്ന എന്തും തൊടാനറിയാവുന്ന എന്ത് പ്രോഡക്റ്റിനും ഒരു വേവ് പാറ്റേൺ ഉണ്ടെന്ന്. ഹ്യൂമൻ ബോഡി ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതാണോ? ആണല്ലോ. അതെ. ഹ്യൂമൻ ബോഡിക്ക് ഒരു വേവ് പാറ്റേൺ ഉണ്ടാവില്ലേ? അങ്ങയുടെ വേവ് പാറ്റേൺ ആയിരിക്കുമോ എൻ്റെ വേവ് പാറ്റേൺ? ഒരിക്കലും അല്ല. 2, അങ്ങ് ചിന്തിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, പണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങയുടെ ചിന്ത അടുക്കി വെച്ചിരിക്കുന്ന പണം, അത് ഒരു മേശയിൽ അടുക്കി വെച്ചതായിട്ടാണോ കണ്ടത്, ടേബിളിൽ അടുക്കി വെച്ചിരിക്കുന്നതായിട്ടാണോ, സൂട്ട് കേസിൽ അടുക്കി വെച്ചതായിട്ടാണോ കണ്ടതെന്ന് ഞാൻ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ. യെസ്. അവിടെ ഒരു അൺക്ലിയർ പിക്ചർ അല്ലേ അപ്പോൾ പണത്തെക്കുറിച്ചുള്ളത്? അതെ. അങ്ങനെ കൃത്യമായ ഒരു പിക്ചർ ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് താങ്കളിലേക്ക് അട്രാക്റ്റ് ആയി നിലനിൽക്കാൻ പറ്റുമോ? ഇല്ല. കൃത്യമായ പിക്ചർ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായ ഒരു പാറ്റേൺ ഇല്ലാത്ത ഒരു പ്രോഡക്റ്റിനെ, ഓൾറെഡി ഫിസിക്കൽ മാറ്ററിന് ഒരു വേവ് തരംഗം ഉണ്ടെന്ന് പറയുന്നു. ആ പറയുന്നതല്ല, തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വേവ് തരംഗം നിങ്ങളുടെ ഫിസിക്കൽ ബോഡിക്ക് അട്രാക്റ്റ് ചെയ്യാൻ കഴിയണമെങ്കിൽ, അതിനെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന വേവിന് അതിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് എത്താനോ അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്താനോ ഉള്ള സിമിലാരിറ്റി ഉണ്ടായാലല്ലേ പറ്റുള്ളൂ. അതേ പറ്റും. പക്ഷേ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു കാര്യമുണ്ട്, അവന് പണം വരണം, ഇത്ര രൂപ വരണം, എമൗണ്ട് വരണം. താങ്കളോട് ചോദിക്കുകയാണ്, അടുത്ത ആഴ്ചത്തേക്ക് ഒരു 5 ലക്ഷം രൂപ നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുമോ? ശ്രമിച്ചാൽ കഴിയും. 100% കോൺഫിഡൻറ്റോട് കൂടിയിട്ട് റോൾ ചെയ്യാതെ ഉണ്ടാക്കാൻ കഴിയുമോ? ഇല്ല. ഇവിടെ പരിമിതപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലേ? ഇത് കഴിയുമെന്ന് പറഞ്ഞാൽ അവന് കൃത്യമായ പിക്ചർ ഉണ്ടാവും. അവിടെ എങ്ങനെ കഴിയുമെന്നുള്ളതിൻ്റെ കോൺഫിഡൻസ് അവനുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, റോൾ ചെയ്യാൻ കഴിയും എന്നുള്ള കോൺഫിഡൻസ് എല്ലാവർക്കും ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാവരുടെയും ലൈഫിൽ ഇതല്ലേ നടക്കുന്നുള്ളൂ? അതെ, നടക്കുന്നു. കടം വീട്ടണം, അതിനെന്ത് വേണം? പൈസ റോൾ ചെയ്യണം. അല്ല, കടം വേണം. ഫസ്റ്റ് കടം വേണ്ടേ? വേണം. ഒരു കാര്യം കൂടി വീണ്ടും മനസ്സിരുത്തി ചിന്തിക്കൂ. എങ്ങനെയും ഈ കടം ഒന്ന് വീട്ടിയാൽ മതി ഇമോഷനാണോ? കടത്തിൽ വന്നവരുടെ ചിന്താഗതികളാ. ഇതെങ്ങനെയും ഒന്ന് അടച്ചു തീർത്താൽ മതി ഇമോഷനാണോ? ഈ കടം എങ്ങനെയും തീർക്കണമെന്ന് ആവർത്തിച്ച് ഇമേജിൻ ചെയ്യുമ്പോൾ അവൻ്റെ വൈകാരിക തലം, പണത്തിനോടോ ധനത്തിനോടോ ഉള്ള വൈകാരിക തലം
കടം എന്ന് പറയുന്ന സിസ്റ്റത്തോടാണ്. കടം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്, അവൻ ഈ ചിന്തിക്കുന്നവൻ്റെ കയ്യിലില്ല, അല്ലേ? ചിന്തിക്കേണ്ട കയ്യിലില്ല, മറ്റൊരുവൻ്റെ കയ്യിൽ നിന്നോ ബാങ്കിൻ്റെ കയ്യിൽ നിന്നോ എടുത്തിട്ട് അത് തിരിച്ചു കൊടുക്കുന്ന പണിയാണെന്നുള്ളതിൻ്റെ ഈ റൂട്ടൊക്കെ കൃത്യമായിട്ട് അറിയാം. ഈ ഇമോഷനും കൃത്യമായിട്ടറിയാം. കൃത്യമായിട്ട് ഇത്രാം തീയതി ആ പൈസ അവിടെ അക്കൗണ്ടിൽ ഉണ്ടാകണമെന്നും അറിയാം. ശരിയല്ലേ? അതെ. അപ്പം ധനത്തിനോടുള്ളൊരു ഇമോഷൻ ഫസ്റ്റ് റോളിംഗ് ആണ്. സെക്കൻഡ് കടം എന്ന് പറയും. ഇനിയും കഴിഞ്ഞ കുറേ ഈ കടം ഡീൽ ചെയ്തവരോട് തന്നെ മനസ്സിലിരുത്തി ഒന്ന് ചിന്തിച്ച് നോക്ക്. കഴിഞ്ഞ കുറേ കാലഘട്ടമായിട്ട് നിങ്ങൾക്ക് പണത്തിൻ്റെ സ്രോതസ്സ് കൂടിയില്ലേ? നിങ്ങളിലേക്കുള്ള വരവ് കൂടിയില്ലേ? കടവും കൂടിയില്ലേ? അതെ.